BA Sociology, BSOC 101, Introduction to Sociology 1. Chapter 1, Sociology, Discipline and Perspective. What is sociology? എന്താണ് സോഷ്യോളജി? സോഷ്യോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി, സോഷ്യൽ റിലേഷൻഷിപ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ സോഷ്യോളജിയിൽ ചിട്ടയായ പഠനമുണ്ട്, ശാസ്ത്രീയമായ പഠനമുണ്ട്, സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച്, സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ സോഷ്യൽ ഗ്രൂപ്പുകളിലെ പെരുമാറ്റത്തെക്കുറിച്ച്. ഇതാണ് സോഷ്യോളജിയിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം സോഷ്യോളജി ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്, സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. എന്താണ് സയന്റിഫിക് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും സോഷ്യോളജിയിൽ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചും, സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും, സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചും, ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുമാണ് പഠിക്കുക. Who is known as the father of sociology? സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അഗസ്റ്റ് കോംത് ആണ്. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് അഗസ്റ്റ് കോംത്തിന്റെ ജനനം. ആകെ സംഘർഷ കലുഷിതമായി പോയിക്കൊണ്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തിൽ കാര്യങ്ങൾ ക്രമമായി എങ്ങനെ കൊണ്ടുവരാം എന്ന് ചിന്തിച്ചപ്പോൾ ശാസ്ത്രീയമായി ഈ വിഷയത്തെക്കുറിച്ച് ആരും പഠിക്കാത്തതാണ് കാരണമെന്ന് അഗസ്റ്റ് കോംത്തിന് തോന്നി. അങ്ങനെ സയന്റിഫിക് ആയിട്ട് സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു ശാസ്ത്രം ഉണ്ടാക്കിയെടുക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അഗസ്റ്റ് കോംത് 1798 അദ്ദേഹത്തിന്റെ ജനനം. പക്ഷെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് തന്നെ ഫ്രഞ്ച് സമൂഹത്തിലെ അരക്ഷിതാവസ്ഥകളും അരാജകത്വങ്ങളും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് സമൂഹത്തിന് ക്രമം ഉണ്ടാക്കുവാൻ വേണ്ടി, ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സയൻസ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഗാഢമായി ചിന്തിച്ചു. അതിന്റെ ഫലമായിട്ട് അഗസ്റ്റ് കോംത് സോഷ്യോളജി എന്ന ശാസ്ത്രത്തിന് രൂപം കൊടുത്തു. സോഷ്യോളജി സാമൂഹ്യശാസ്ത്രത്തിന്റെ കൂട്ടത്തിൽ നവജാത ശിശുവാണ്. വെറും 150-ലേറെ വർഷങ്ങളായിട്ടുള്ളൂ രൂപപ്പെട്ടിട്ട്. മറ്റ് ഹിസ്റ്ററിയും ഇക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ജിയോഗ്രഫിയും ഒക്കെ ഏറെ ആയിരക്കണക്കിന് വർഷങ്ങളായി പിറവി കൊണ്ടതാണെങ്കിലും സോഷ്യോളജി പിറവി കൊണ്ടിട്ട് ഏതാണ്ട് 150-ലധികം വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അഗസ്റ്റ് കോംത് ആണ്. അഗസ്റ്റ് കോംത് is known as the father of sociology because he introduced the term sociology. അഗസ്റ്റ് കോംത് പോലും ആദ്യം സോഷ്യൽ ഫിസിക്സ് എന്നാണ് പേര് കൊടുത്തത്. പിന്നീട് ഏകദേശം 1830-കളൊക്കെ ആകുമ്പോഴാണ് അഗസ്റ്റ് കോംത് സോഷ്യോളജി എന്ന പദപ്രയോഗം നടത്തി കാണുന്നത്. അങ്ങനെ സയന്റിഫിക് ഡിസിപ്ലിനായിട്ട് അത് മാറുകയായിരുന്നു. What is the meaning of sociology? സോഷ്യോളജിയുടെ അർത്ഥം എന്താണ്? ദ വേർഡ് സോഷ്യോളജി കംസ് ഫ്രം ലാറ്റിൻ വേർഡ് സോഷ്യസ്. സോഷ്യസ് എന്ന ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം കൂട്ടുകെട്ട്, സമൂഹം, ഗ്രൂപ്പ് എന്നൊക്കെയാണ് അർത്ഥം. ഗ്രീക്ക് വാക്കായിട്ടുള്ള ലോഗസ് ആണ്. അപ്പോൾ മനുഷ്യ ബന്ധങ്ങളെ കുറിക്കുന്ന, ഹ്യൂമൻ അസോസിയേഷനെ കുറിക്കുന്ന ലാറ്റിൻ വാക്കാണ് സോഷ്യസ്, കമ്പാനിയൻഷിപ്പിനെ കുറിക്കുന്ന. എന്നാൽ ലോഗസ് എന്നുള്ളത് സയൻസ് അല്ലെങ്കിൽ ചിട്ടയായ പഠനം അഥവാ ശാസ്ത്രം എന്നൊക്കെയാണ്. അങ്ങനെ സോഷ്യസ്, ലോഗസ് എന്നിങ്ങനെ രണ്ട് വാക്കുകളാണ്. അതിൽ ഒരെണ്ണം ലാറ്റിൻ വാക്കാണ് സോഷ്യസ്, ഗ്രീക്ക് വാക്കാണ് ലോഗസ്. ഇത് രണ്ട് വ്യത്യസ്ത ഭാഷകളിലെ ഈ രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്താണ് ലോഗോ എന്നുള്ളതാണ് സോഷ്യോളജി എന്ന പദപ്രയോഗം ഉണ്ടായത്. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ്റെ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ചിട്ടയായ പഠനം അല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനം, അതായത് ഹ്യൂമൻ കമ്പാനിയൻഷിപ്പിനെ കുറിച്ചുള്ള, ഹ്യൂമൻ അസോസിയേഷനെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡി എന്നാണ് സോഷ്യോളജി എന്ന വാക്കിൻ്റെ അർത്ഥം. Define sociology. സോഷ്യോളജി എന്താണ് നിർവചിക്കുക? സോഷ്യോളജി ഇസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി, സോഷ്യൽ ഇന്ററാക്ഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. അതായത് മനുഷ്യൻ്റെ സമൂഹത്തിലെ ഇടപെടലുകൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾ, സാമൂഹ്യ മാറ്റങ്ങൾ, ഇവയെക്കുറിച്ചുള്ള ചിട്ടയായ പഠനമാണ് വാസ്തവത്തിൽ സോഷ്യോളജി എന്ന് പറയാം. Why is sociology called a social science? സോഷ്യോളജിയെ ഒരു സാമൂഹ്യശാസ്ത്രം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സമൂഹശാസ്ത്രം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? സോഷ്യോളജി ഈസ് കോൾഡ് എ സോഷ്യൽ സയൻസ് ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ സൊസൈറ്റി സയന്റിഫിക്കലി ത്രൂ ഒബ്സർവേഷൻ, റിസർച്ച് ആൻഡ് അനാലിസിസ്. കാരണം ശാസ്ത്രത്തിൻ്റെ രീതികൾ ഇത് അവലംബിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. എന്താണ് ശാസ്ത്രത്തിൻ്റെ രീതികൾ? നിരീക്ഷണം, പരീക്ഷണം, ഗവേഷണം, വിശകലനം, പഠനം, ഇതൊക്കെ ശാസ്ത്രീയ രീതികളാണ്. ഈ ശാസ്ത്രീയ രീതികൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഉപയോഗിക്കുമ്പോൾ ആ പഠനം സയന്റിഫിക് സ്റ്റഡി ആകുന്നു. അങ്ങനെ സമൂഹത്തെക്കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡി ആകുന്നത് കൊണ്ടാണ് ലോഗസ് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണല്ലോ. ആ ലോഗസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി ഉൾക്കൊണ്ടിട്ട് സോഷ്യോളജി എന്ന് പറയുന്ന, സോഷ്യോളജി എന്ന പദപ്രയോഗം ഉണ്ടാകുന്നത്. What is sociological imagination? അടുത്തത് സമൂഹശാസ്ത്രത്തിലെ ഭാവനാസമ്പന്നത അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്നാണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് വൈഡർ സോഷ്യൽ ഫോഴ്സസ്. ഓരോ വ്യക്തിയും അവനവൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങളാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ ജീവിതാനുഭവങ്ങളിൽ കണ്ടെത്തിയ കാര്യത്തെ സമൂഹം എന്ന് പറയുന്ന ഒരു ആകമാന
വസ്തുതയിലേക്ക് ആ പൊതുതത്വങ്ങളായി രൂപപ്പെടുത്തിയെടുക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ട കാര്യങ്ങൾ സമൂഹത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ശരിയാകും, ഇണങ്ങും, അവ തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ് എന്ന രീതിയിൽ ഒരാൾ കാര്യങ്ങളെ മനസ്സിൽ ഭാവനയിൽ നോക്കിക്കണ്ട് അവയെ തമ്മിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. Who introduced the concept of sociological imagination? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് സി റൈറ്റ് മിൽസ് ആണ്. ആരാണ്? സി റൈറ്റ് മിൽസ്. ഈ ആശയത്തിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. സി റൈറ്റ് മിൽസ് ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് കോൺസെപ്റ്റ് ഇൻ ഹിസ് ബുക്ക് ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നൗ 8th question. What is society? എന്താണ് സമൂഹം? സൊസൈറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗദർ വിത്ത് ഷെയർഡ് കൾച്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ്. പരസ്പരം പൊതുവായിട്ടുള്ള സംസ്കാരം, പൊതുവായിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങൾ ഒക്കെയുള്ള ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്ന ഒന്നാണ് സൊസൈറ്റി എന്നാണ് പറയുക. അപ്പം സമൂഹം എന്ന് പറയുന്നത് ഒരു ജാലികയാണ്. സമൂഹത്തിലെ കണ്ണികളായിട്ടുള്ള വ്യക്തികൾ, ഇൻഡിവിജ്വൽസ്, അവരുടെ സാമൂഹ്യ ബന്ധങ്ങൾ, അവരുണ്ടാക്കിയ സാമൂഹ്യ സ്ഥാപനങ്ങൾ, മാരേജ്, ഫാമിലി, അതുപോലെ തന്നെ ബന്ധുത്വം, ഇതൊക്കെ അവരുണ്ടാക്കിയ സാമൂഹ്യ സ്ഥാപനങ്ങളാണ്. ഗവൺമെൻറ്, പോലീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി 9ാമത്തെ ചോദ്യം ഇതാണ്. What are the characteristics of society? സമൂഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സമൂഹത്തിന് സഹകരണം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ഫീച്ചറാണ്, സവിശേഷതയാണ്, ക്യാരക്ടറിസ്റ്റിക് ആണ്. സഹകരണം, കോഓപ്പറേഷൻ. സമൂഹം എപ്പോഴും സംഘർഷത്തിൽ മാത്രമല്ല. സംഘർഷം ഒരു കോൺഫ്ലിക്റ്റ് സൊസൈറ്റിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ കോഓപ്പറേഷനും ഉണ്ട്. കോമൺ കൾച്ചർ, പൊതുവായ ഒരു സംസ്കാരം സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. സോഷ്യൽ റിലേഷൻഷിപ്സ്, സാമൂഹിക ബന്ധങ്ങൾ. ഷെയർഡ് ടെറിട്ടറി, ഒരു പൊതുവായ ഭൂപ്രദേശത്തെ അവർ പങ്കുവയ്ക്കുന്നു, അതുപോലെ അഥവാ ഒരുമിച്ച് അവർ ജീവിക്കുന്ന ഒരു പ്രദേശത്ത്. ദെൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹ്യ സ്ഥാപനങ്ങൾ. ഇതൊക്കെ സമൂഹത്തിന്റെ മിനിമം പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാം. 10ാമത്തെ ചോദ്യം ഇതാണ്. What is social interaction? സാമൂഹിക ഇടപഴകൽ എന്താണ്? സോഷ്യൽ ഇൻട്രാക്ഷൻ എന്താണ്? സോഷ്യൽ ഇൻട്രാക്ഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് വൺ അനദർ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിലേറെ വ്യക്തികൾ പരസ്പരം ആശയവിനിമയം ചെയ്യുന്നു, സമ്പർക്കത്തിൽ വരുന്നു, അതുപോലെ തന്നെ അവരുടെ സ്വാധീനം, ഇൻഫ്ലുവൻസ്, ഇത്തരം കാര്യങ്ങളാണ് സോഷ്യൽ ഇൻട്രാക്ഷനിൽ വരുന്നത്. 11ാമത്തെ ചോദ്യം ഇതാണ്. What is social structure? സാമൂഹിക ഘടന. മനുഷ്യ ശരീരത്തിന് ഒരു ഘടനയുണ്ട്. കൈകൾ, കാലുകൾ, ശരീരം, തല എന്നിങ്ങനെയുള്ള വിവിധ ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് സമൂഹത്തിന്, സൊസൈറ്റിക്കും ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിന്റെ ഭാഗങ്ങളായിട്ട് ഓരോ ഭാഗം അതതിൻ്റെ ധർമ്മമാണ് നിർവഹിക്കുന്നതെന്ന് പറയാം. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു, മതസ്ഥാപനങ്ങൾ അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു, അതുപോലെ തന്നെ ആശുപത്രികൾ അവയുടെ ധർമ്മം നിർവഹിക്കുന്നു, പോലീസ് സ്റ്റേഷൻ, ക്രമസമാധാനം അവരുടെ ധർമ്മം നിർവഹിക്കുന്നു, ഗവൺമെൻറ് അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു. ഇവയെല്ലാം ചേരുമ്പോഴാണ് സമൂഹത്തിൻ്റെ പരിപൂർണമായ പ്രവർത്തനം നടക്കുകയുള്ളൂ. സോഷ്യൽ സ്ട്രക്ചർ ഈസ് ദ ഓർഗനൈസ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഷേപ്പ് സൊസൈറ്റി.